വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. അനുജ മിസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് ഫിസിക്സ് പഠിക്കാം അല്ലെ. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും 1 by 1 ആയിട്ട് ഫിസിക്സ് റിലേറ്റഡ് ഓരോ ചാപ്റ്റേഴ്സും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാലേ, നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ഹീറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ മോഷൻ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ കൂടെ തന്നെ ലൈറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഇലക്ട്രിക് കറണ്ടിനെ പറ്റിയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ഒക്കെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് പഠിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്താണ്? സ്റ്റേറ്റ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലബോറട്ടറി തെർമോമീറ്റർ ആൻഡ് ക്ലിനിക്കൽ തെർമോമീറ്റർ. ലബോറട്ടറി തെർമോമീറ്ററും ക്ലിനിക്കൽ തെർമോമീറ്ററും തമ്മിലുള്ള സിമിലാരിറ്റീസും അതുപോലെ തന്നെ അവ തമ്മിലുള്ള ഡിഫറൻസും നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, തെർമോമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. രണ്ട് തരത്തിലുള്ള തെർമോമീറ്റർ ഉണ്ട്. ഒന്ന് ക്ലിനിക്കൽ തെർമോമീറ്ററും മറ്റൊന്ന് ലബോറട്ടറി തെർമോമീറ്ററും. അപ്പൊ ഇവ രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റീസ് നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എന്തൊക്കെയാണ് നോക്കിയാലോ. ഫസ്റ്റ് സിമിലാരിറ്റി എന്ന് പറയുന്നത് രണ്ടും എങ്ങനെയാണ്, ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്, ലോങ് നാരോ യൂണിഫോം ഗ്ലാസ് ട്യൂബ് ആണ് അല്ലെ. രണ്ടും നിർമ്മിച്ചിരിക്കുന്നത് ഒരു ലോങ് നാരോ യൂണിഫോം ഗ്ലാസ് ട്യൂബ് കൊണ്ടാണ്. അതിന്റെ രണ്ടിന്റെയും അറ്റത്ത് എന്തുണ്ടായിരുന്നു, ബൾബ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ഉള്ളിൽ മെർക്കുറി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇത് രണ്ടും ഏത് മെഷർമെന്റ് സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്? സെൽഷ്യസ് സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ 4 സിമിലാരിറ്റീസ് നമ്മൾ ഇതാ കണ്ടുപിടിച്ചു അല്ലെ. ഇനി അവ തമ്മിലുള്ള ഡിഫറൻസും കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ഫസ്റ്റ് നമുക്ക് ക്ലിനിക്കൽ തെർമോമീറ്ററിന്റെ കാര്യങ്ങൾ നോക്കാം. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ നമ്മൾ പറഞ്ഞു ഡിഗ്രി സെൽഷ്യസിലാണ് അതിന്റെ റീഡിംഗ് നമ്മൾ അളക്കുന്നത്. എത്ര തൊട്ടിട്ട് എത്ര വരെയാണ്? യെസ്, 35 to 42 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതേസമയം ലബോറട്ടറി തെർമോമീറ്ററിലോ -10 ഡിഗ്രി സെൽഷ്യസ് ടു 110 ഡിഗ്രി സെൽഷ്യസ് വരെ. ഇനി അടുത്തത് എന്താണ്? നമ്മുടെ ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ലബോറട്ടറി തെർമോമീറ്റർ എന്ന് പറയുന്നത് മറ്റു വസ്തുക്കളുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അത് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലാബിലാണ് എന്ന കാര്യം മക്കൾ ഓർക്കുക. ഇനി അടുത്തത് നമ്മുടെ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ നമുക്ക് കിൻഗ് എന്ന് പറയുന്ന ഒരു പോർഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ലബോറട്ടറി തെർമോമീറ്ററിൽ അതിനകത്ത് കിൻഗ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഇല്ല. നമുക്കറിയാം, നമ്മൾ ആ ഒരു ബൾബിന്റെ ഉള്ളിലെ മെർക്കുറിയുടെ ലെവൽ ഇങ്ങനെ ഇൻക്രീസ് ആവുന്നതിന്റെ ബേസിലാണ് നമ്മൾ അതിന്റെ റീഡിംഗ് എടുക്കുന്നത്. അപ്പൊ മുകളിലേക്ക് ഇൻക്രീസ് ആയിട്ടുള്ള ആ ഒരു മെർക്കുറിയുടെ ലെവൽ താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി അതിങ്ങനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു പോർഷൻ ആണ് നമ്മുടെ കിൻഗ് എന്ന് പറയുന്ന പോർഷൻ. അത് നമുക്ക് ക്ലിനിക്കൽ തെർമോമീറ്ററിൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ അല്ലേടാ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ തെർമോമീറ്ററും ലബോറട്ടറി തെർമോമീറ്ററിനെ പറ്റി ഒരു ഫുൾ ആയിട്ട് ഒരു ഐഡിയ കിട്ടും. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ക്ലാസിഫൈ ദ ഫോളോവിംഗ് ആസ് മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, സർക്കുലർ ഓർ ഓസിലേറ്ററി മോഷൻ. ഇവിടെ കുറെ ഓപ്ഷൻസ്, കുറെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇതില് നമ്മൾ മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, അതിന് നമ്മൾ ലീനിയർ മോഷൻ എന്ന് പറയുന്നു. അതുപോലെ സർക്കുലർ മോഷൻ ആണോ, ഓസിലേറ്ററി മോഷൻ അല്ലെങ്കിൽ പീരിയോഡിക് മോഷൻ, ഇതിൽ ഏതാണ് കാറ്റഗറി വന്നത് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഒന്നാമത്തേത് മോഷൻ ഓഫ് യുവർ ഹാൻഡ്സ് വൈൽ റണ്ണിങ്. നമ്മൾ ഓടുന്ന സമയത്ത് നമ്മുടെ കൈയുടെ ആ ഒരു മൂവ്മെന്റ് എങ്ങനെയാണ്? യെസ്, അതിന് ഏത് തരത്തിലുള്ള മോഷനാണ്? ഓസിലേറ്ററി മോഷൻ ആണ്. ഇനി അതുപോലെ മോഷൻ ഓഫ് എ ഹോഴ്സ് പുള്ളിങ് എ കാർട്ട് ഓൺ എ സ്ട്രെയിറ്റ് റോഡ്. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുക, സ്ട്രെയിറ്റ് റോഡിലൂടെ ഉണ്ടാവുന്ന ആ ഒരു കുതിരയുടെ ആ ഒരു മൂവ്മെന്റ് എങ്ങനെയാണ് മക്കളെ? യെസ്, സ്ട്രെയിറ്റ് റോഡാണ്. അതിന്റെ അർത്ഥം എങ്ങനെയാണ്? മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ. അതിനെ നമ്മൾ ലീനിയർ മോഷൻ എന്ന് നമ്മൾ പറയുന്നു. അടുത്തതാണ് മെരിഗോ റൗണ്ടിലൂടെ ഉള്ള ഒരു കുട്ടിയുടെ ചലനം. അതെങ്ങനെയാണ്? സർക്കുലർ മോഷൻ ആണ്. ഇനി മോഷൻ ഓഫ് എ ചൈൽഡ് ഓൺ എ സീസോ. സീസോയിലോ ഇരിക്കുന്ന ഒരു കുട്ടിയുടെ മൂവ്മെന്റ് എങ്ങനെയാണ്? അത് പീരിയോഡിക്കലി ഇങ്ങനെ മാറി മാറി വരുന്നതാണല്ലേ. ഒരു റെഗുലർ ഇന്റർവൽ ടൈമിൽ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ എ ഓസിലേറ്ററി മോഷൻ. അടുത്തത് മോഷൻ ഓഫ് എ ഹാമർ ഓഫ് ആൻ ഇലക്ട്രിക് ബെൽ. അതും എന്താണ് മക്കളെ? ഓസിലേറ്ററി മോഷൻ ആണ്. ഇനി മോഷൻ ഓഫ് എ ട്രെയിൻ ഓൺ എ സ്ട്രെയിറ്റ് ബ്രിഡ്ജ്. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജിലൂടെ ഒരു ട്രെയിനിന്റെ മൂവ്മെന്റും അതെങ്ങനെയാണ് മക്കളെ? അത് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ് അല്ലെങ്കിൽ ലീനിയർ മോഷൻ ആണ്. ഓക്കെ, അപ്പൊ വിവിധ തരത്തിലുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഷനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ ഈ ഒരു ചോദ്യം ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് സെറ്റ് ആക്കി കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സ്റ്റേറ്റ് 2 ഡിഫറൻസ് ബിറ്റ്വീൻ കോൺവെക്സ് ആൻഡ് കോൺകേവ് ലെൻസ്. അപ്പൊ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും
കേവലം 2 എഴുതാനേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്കറിയാം ഈ ഒരു ആകൃതിയിലുള്ളതാണ് കോൺവെക്സ് ലെൻസ്. അതേസമയം ഇതാണെങ്കിൽ എന്താണ്? കോൺകേവ് ലെൻസ് ആണ്. ഇതിന്റെ രണ്ടിന്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞ എന്താണ്? അത് കൺവേർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോൺകേവ് ലെൻസ് ആണെങ്കിൽ ഡൈവേർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് 2 ഡിഫറൻസ് വീതം നമുക്ക് നോക്കാം. ആദ്യം ഇതാണ്ട് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് ക്യാൻ ഫോം ബോത്ത് റിയൽ ആൻഡ് വിർച്വൽ image and it can form a magnified image. And also concave lens എന്ന് പറയുന്നത് always form a virtual image. virtual image ആണ് അത് എപ്പോഴും ഫോം ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ always diminished in size. സൈസ് എന്തായിരിക്കും? ഡിമിനിഷ്ഡ് ആയിരിക്കും. അപ്പൊ വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത് നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റാത്ത ഇമേജ് ആണ്. അതുപോലെ റിയൽ ഇമേജ് എന്ന് പറയുന്നത് എന്താണ്? സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്ന ഇമേജ് ആണ്. അതിന്റെ കൂടെ തന്നെ കൺവേർജിങ് എബിലിറ്റി ആർക്കാണ്, ഡൈവേർജിങ് എബിലിറ്റി ആർക്കാണ് എന്ന് നമുക്ക് എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അതിന് കൺവേർജ് ചെയ്യാനുള്ള കഴിവാണ് കൂടുതൽ. കോൺകേവ് ആണെങ്കിൽ അതിന് ഡൈവേർജ് ചെയ്ത് പോകാനാണ്, അകന്നകന്ന് പോകാനുള്ള ടെൻഡൻസിയാണ് കൂടുതലായിട്ട് ഉള്ളത്. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ട് നിങ്ങൾ ആ ഒരു ചാപ്റ്റർ ഒക്കെ സെറ്റ് ആക്കിയിട്ട് എക്സാമിന് നല്ല മാർക്ക് നേടുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.